ബംഗ്ലാദേശികളുടെ വിളയാട്ടം. കൊല്ലത്ത് വ്യാജരേഖയുമായി ബംഗ്ലാദേശികൾ ഹോട്ടൽ നടത്തിയതായി കണ്ടെത്തിയത് ഇപ്പോൾ വലിയ സുരക്ഷാ വീഴ്ചയായി തന്നെ അടയാളപ്പെടുത്തുകയാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി തന്നെ വ്യാജരേഖകൾ ചമച്ചുകൊണ്ട് പല മേഖലകളിൽ നിന്നും അവിടെ നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികളെ പോലീസ് പിടികൂടുന്നതായി തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കൊല്ലത്ത് നിന്നും ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വരുന്നത്. കൊല്ലം ജില്ലയിലെ നീണ്ടകര എന്ന സ്ഥലത്തു നിന്നാണ് ബംഗ്ലാദേശികൾ അനധികൃതമായി ഹോട്ടൽ നടത്തിയിരിക്കുന്നതായി തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. 2 മാസത്തോളം ഇവർ ഹോട്ടൽ നടത്തിയിരുന്നതായി തന്നെ കണ്ടെത്തുന്നുണ്ട്. ബംഗ്ലാദേശിലേക്ക് കടന്നു കളഞ്ഞ മുംതാസ് എന്ന വ്യക്തിയുടെ പേരിലായിരുന്നു ഇവിടെ ഹോട്ടൽ ലൈസൻസ് എടുത്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ വലിയ രീതിയിലുള്ള വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുമെന്ന് തന്നെയാണ് മറ്റൊരു വിലയിരുത്തലായി തന്നെ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ വരുന്ന വർഷങ്ങളിലെല്ലാം തന്നെ അതുവരെ, അതായത് 2027 വരെ സാധുതയുള്ള രീതിയിൽ വരെയാണ് ഈ ലൈസൻസ് ഇവർ ഒരു സുരക്ഷാ പരിശോധനയും ഇല്ലാതെ തന്നെ ഭക്ഷ്യ സുരക്ഷാ വിഭാഗം ഇവർക്ക് ഇത് അനുവദിച്ച് നൽകിയിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ഈ ഒരു വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ വീഴ്ച എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നതും. അതേപോലെ ഇന്ത്യൻ പൗരന്മാരായി തന്നെ കേരളത്തിൽ ജീവിക്കാൻ വളരെ ആസൂത്രിതമായ നീക്കങ്ങളാണ് ഈ സംഘം ഇവിടെ നടത്തിയിരിക്കുന്നതെന്നും കണ്ടെത്തിയിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ നിന്നാണ് ഇവർ ആദ്യം വ്യാജരേഖകൾ അല്ലെങ്കിൽ വ്യാജ ആധാർ കാർഡുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. തുടർന്ന് കേരളത്തിലെത്തിയ സംഘം ചാലക്കുടിയിലും കരുനാഗപ്പള്ളിയിലുമായി തന്നെ താമസിച്ചു. ഇതിനിടയിൽ അവിടെ ബംഗളൂരുവിലേക്ക് പോയി തന്നെ കേരളത്തിലെ മേൽവിലാസത്തിനുള്ള വ്യാജ തിരിച്ചറിയൽ രേഖകൾ സമ്പാദിച്ചു. ഈ രേഖകൾ ഉപയോഗിച്ചാണ് ഇവർ ഇന്ത്യൻ പൗരന്മാരായി തന്നെ കേരളത്തിൽ വിലസിയിരുന്നതെന്നും സർക്കാർ വകുപ്പുകളിൽ നിന്ന് അവിടെ നിന്നുകൊണ്ട് തന്നെ ലൈസൻസുകൾ കരസ്ഥമാക്കി എന്നതുമാണ് കണ്ടെത്തൽ. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ കുറച്ചു നാളുകളായി തന്നെ അപ്രതീക്ഷിതമായ വലിയ രീതിയിൽ ഇതര സംസ്ഥാനക്കാരുടെ വിവരങ്ങൾ ഭീകരവാദ വിരുദ്ധ സ്ക്വാഡ് ശേഖരിച്ചു വരികയാണ്. ഇവർ നടത്തിയ ഹോട്ടലിനെ തൊഴിൽ വകുപ്പുമായി തന്നെ ബന്ധിപ്പിക്കാൻ നീക്കം നടന്ന സമയത്താണ് ഇവർ ഇവിടെ നിന്ന് മുങ്ങിയിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ. കൊല്ലം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ താമസിച്ചുകൊണ്ട് ഇവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി തന്നെ സുരക്ഷാ ഏജൻസികൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ നിന്ന് 10 ബംഗ്ലാദേശികളെ പോലീസ് പിടികൂടിയതായാണ് സംസ്ഥാനത്തെ സുരക്ഷാ സംവിധാനങ്ങളിലെ ഈ വലിയ വീഴ്ച ഇപ്പോൾ പുറത്തുവരാൻ കാരണമായിരിക്കുന്നത്. പിടിയിലായ ബംഗ്ലാദേശ് പൗരന്മാരുടെ കൈവശം ഇന്ത്യൻ പൗരത്വം തെളിയിക്കുന്നതിനുള്ള എല്ലാ വ്യാജരേഖകളും ഉണ്ടായിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ മേൽവിലാസത്തിലുള്ള ആധാർ കാർഡ്, പാൻ കാർഡ്, ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡ് എന്നിവയ്ക്ക് പുറമെ തന്നെ വ്യാജരേഖകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ റേഷൻ കാർഡ് വരെ ഇവർ സ്വന്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 13 വർഷത്തിലധികമായി തന്നെ ഇവർ കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ താമസിച്ചു വരികയാണ് എന്നും അന്വേഷണത്തിൽ ഇവിടെ വ്യക്തമാകുന്നുണ്ട്. ഇവർ ഇത്രയും കാലം എവിടെയൊക്കെ താമസിച്ചുവെന്നും എന്തൊക്കെ ജോലികൾ ചെയ്തുവെന്നും കണ്ടെത്തുന്നതിനായി തന്നെ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നതായി തന്നെയാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.